എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചന്മാരെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചലഞ്ച് വീഡിയോ ആണ്. പക്ഷെ ചലഞ്ച് ചെയ്യുന്നത് ഞാനല്ല, നമ്മുടെ എല്ലാം 4 പുലിക്കുട്ടികളാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് ഞാൻ ആദ്യമേ പറയാം. അപ്പോൾ താഴേക്ക് പതിയെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവർ നിൽക്കുന്നത് കാണാൻ പറ്റും. ഓരോ വൃത്തങ്ങളിലാണ് ഇവർ നിൽക്കുന്നത്. ഇപ്പോൾ ഇതൊരു വൃത്തമാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇത് ഭൂഗർഭത്തിലേക്ക് പോകുന്ന വലിയൊരു കുഴിയാക്കി ഇവർ മാറ്റും. വെള്ളം കാണും, വെള്ളം കാണിക്കും. അവിടെ പാറ പൊട്ടിക്കലായിട്ടാ. അപ്പോൾ വെള്ളം കാണോ പാറ പൊട്ടിക്കോ അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷേ നമ്മളെ ഏറ്റവും വലിയ കുഴി കുഴിക്കുന്ന ഒരാൾക്ക് കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്ന 50,000 രൂപ കേട്ടാ. ആര് കൊണ്ടുപോകുന്നേ? ആണോ? പോയി അവിടേക്ക് പോയി, ഇവിടേക്ക് പോയി. അപ്പൊ ഇവിടെ വെച്ചോന്നല്ലേ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് കുറച്ച് ഗെയിമുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഗെയിമുകളിലൂടെ ഈ കാണുന്ന കുഴി കുഴിച്ച് ഏറ്റവും വലിയ കുഴിയിലേക്ക് എത്തിക്കുന്നു അവരായിരിക്കും ഈ 50,000 രൂപ ഇന്ന് കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോരുത്തരും നോക്കി വെച്ചോ. 50,000. ഓക്കെ, കണ്ടസ്റ്റൻസിനെ പരിചയപ്പെടാം. അപ്പോൾ ആദ്യമായി കുഴി കുഴിക്കാൻ അറ്റത്ത് നിൽക്കുന്നു നമ്മുടെ സ്വന്തം അജ്മോൻ. അടുത്തതായി നിൽക്കുന്നു നമ്മുടെ സ്വന്തം തൊരപ്പനെന്ന് ചെറുപ്പത്തിലെ വിളിപ്പേരുള്ള നമ്മുടെ എഡ്വിൻ മോൻ. അപ്പൊ വെറുതെ കിട്ടിയ പേരെല്ലാം അവന് തൊരപ്പനെന്ന് തുറന്ന് കിട്ടിയതാണ്. അടുത്തതാണ് നമ്മുടെ സ്വന്തം ഭൗമിക് കിരൺ. കൃഷിക്കാരനാണ്, നല്ല അതെ കുഴിച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് ഭൗമിക് കിരൺ ആണെങ്കിൽ അടുത്തത് വെറും കിരൺ, ജർമ്മൻ കിരൺ. ജർമ്മൻ കിരൺ പറഞ്ഞിരിക്കുന്നത് ജർമ്മൻ കിരൺ ഇത് കൊണ്ടുപോകുന്നതാണ് ഈ 50,000 രൂപ. എന്താണ് ഇത്? അപ്പൊ കിട്ടില്ല ഉറപ്പാണ്. ഓക്കെ, അപ്പൊ എന്തായാലും 4 പേരും കുഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ഗെയിമിലേക്ക് കിടക്കാം. എന്തായാലും ഈ 50,000 രൂപ ഇപ്പൊ പ്രവീൺ മച്ചാനെ നമ്മൾ കൊടുക്കാണ്. പ്രവീൺ മച്ചാനായിരിക്കും കേട്ടോ ഇതിന് വിന്നർക്ക് കൊടുക്കാൻ പോകുന്നത്. പ്രവീൺ മച്ചാനെ ഇത് കയ്യിൽ പിടിച്ചോ. ലാസ്റ്റ് പൈസ പറഞ്ഞ് ഇടി ഇട്ടുണ്ടോ നിനക്ക്? നിന്നെയാണ് ഏൽപ്പിച്ചേക്കണത്. അങ്ങനെ അങ്കത്തെട്ടിൽ മത്സരിക്കാൻ 4 ചങ്കന്മാരും റെഡിയാണ് അല്ലേ? യെസ്. അപ്പൊ ഇനി മത്സരത്തിലേക്ക് ഞങ്ങൾ കിടക്കാം. അപ്പൊ ആദ്യം നമ്മൾ കൊടുക്കാൻ പോകുന്നത് ചെറിയ ചെറിയ പണികളാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ടേബിൾ ഒന്ന് നോക്കാട്ടോ. നമ്മുടെ ടേബിൾ നോക്കുകയാണെങ്കിൽ ആദ്യം നോക്കി കഴിഞ്ഞാൽ കുഞ്ഞി ഉളി കാണാൻ പറ്റും, സ്പൂണ് കാണാൻ പറ്റും, ഗ്ലാസ് കാണാൻ പറ്റും, പ്ലേറ്റ് കാണാൻ പറ്റും, ചട്ടകം കാണാൻ പറ്റും. ഇതെല്ലാം ഓരോ റൗണ്ടുകളിലേക്കുള്ള ടൂളാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനം കുഴിക്കാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ കാണുന്ന ചെറിയ ഉളിയാണ്. ഇതാണ് നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ കൊടുക്കാൻ പോകുന്നത്. ഓരോ റൗണ്ടും ഫസ്റ്റ് വരുന്നത് 2 മിനിറ്റ് വെച്ചായിരിക്കും. അപ്പൊ തുടങ്ങിയാലോ? അപ്പൊ ആദ്യത്തെ ടൂള് നമ്മളുടെ സുനാപ്ലി ആണ്. ഇതിന്റെ പേരാണ് ഉളി. തുടങ്ങല്ലേ? കൗണ്ട് ഡൗൺ തുടങ്ങും. നമ്മുടെ സ്റ്റോപ്പ് വാച്ച് ടൈമർ വെച്ചിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ആദ്യത്തെ 2 മിനിറ്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു ടൂളിൽ കൊടുക്കുന്നത്. ഇനി മത്സരം തുടങ്ങാൻ പോവാണ്. അപ്പൊ നമ്മുടെ ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. റെഡി? 1 2 3 സ്റ്റാർട്ട്. 2 മിനിറ്റ് ആണ്. അപ്പൊ തുടങ്ങിയിട്ടുണ്ട് മോനെ. ഓ എന്റെ അമ്മേ, മുഖത്തേക്കൊക്കെ കുത്തിയിരുന്നത്. ഇവിടെ പൂക്കളം വരച്ച് തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി. അപ്പൊ ഫസ്റ്റ് അത് 2 മിനിറ്റിനുള്ളിലുള്ള പണികളാണ്. ഇതേടാ മാന്തടാ. എടി ഇവിടേക്കൊക്കെ ഇത്ര എനർജി ഉണ്ടായിരുന്നു, എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു കേട്ടാ. കിരണ്ടടാ നിന്ന് കിറങ്ങണ, പൂത്തിരി കത്തി കിറങ്ങണ. എടാ നിന്റെ മാത്രം ഉണ്ടോ പൂവാത്ത മണ്ണ്? അവിടെയൊക്കെ മണ്ണൊക്കെ മാന്തി തുടങ്ങി. എടാ കൈയൊക്കെ യൂസ് ചെയ്യാണ്ടിട്ടാ, കൈയൊക്കെ യൂസ് ചെയ്യാ. ടൂള് മാത്രമല്ല, കൂടെ കോരി കഴിയുമ്പോൾ കൈ യൂസ് ചെയ്യണേ, യൂസ് ചെയ്യാ. അജോടെ പാറ കണ്ടെന്ന് തോന്നുന്നു, വെള്ളം വരോടാ. ഓക്കെ, ആദ്യത്തെ 30 സെക്കൻഡ് കഴിഞ്ഞു. 30 അല്ല 40 സെക്കൻഡ് കഴിഞ്ഞു. എടാ എന്ത് പെട്ടെന്ന് കുഴി വരുന്ന ഇവിടെ. ഓക്കെ, ആ വട്ടത്തിൻ്റെ അത്രത്തിലുള്ള കുഴി തന്നെ വേണം കേട്ടാ, കുഴി ചെറുതാക്കി കൊണ്ടുവരരുത്. ഓക്കെ, അങ്ങനെ നമ്മുടെ കിരണ്ട കുഴിയും അതുപോലെ ഭൗമിക് കിരണ്ട കുഴിയും അത്യാവശ്യം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. എഡ്വിൻ മോൻ ഇതേടോ സഹായിക്കണോടാ. മൂടിയിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ആദ്യത്തെ 1 മിനിറ്റ് കഴിഞ്ഞു. കുഴി നല്ല പ്രോഗ്രസ് ഉണ്ട്. ഇല്ലടാ, അത് ആദ്യത്തെ ലെയർ മാത്രം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ പൊളിയായിരിക്കുള്ളൂ. അങ്ങനെ 1 മിനിറ്റ് 20 സെക്കൻഡ് ആയിരിക്കാണ്. ഓ മണ്ണൊക്കെ പറന്ന് വരെയാണ്. എന്താ ഒരു ഊർജ്ജം പിള്ളേർക്ക് നോക്കി. വെറും കുഞ്ഞുള്ളി കൊണ്ടാട്ടാ, കുഞ്ഞുള്ളി കൊണ്ടാണ് ഇത്രയും കുത്തി അവരെ സെറ്റ് ആക്കുന്നത്. അങ്ങനെ അജുമോന്റെ കുഴി വേറൊരു ഡിഫറെന്റ് മെത്തേഡിൽ പൂത്തി ഇറക്കിയാണ് എടുക്കുന്നത്. എഡ്വിൻ മോനാണെങ്കിൽ കുനിഞ്ഞു നിന്നിട്ടാണ് സെറ്റ് ആക്കുന്നത്. എന്താ വേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ചെടിയുടെ. ചേടാ ഇവിടെ പ്രത്യേക സൗണ്ടൊക്കെ വരുന്നുണ്ട്.
ജർമ്മൻ ഗിരനാണെങ്കിൽ ജർമ്മൻ ടെക്നോളജി വെച്ചിട്ട് വാരിയാണ് എറിയണ വാരി. ഈ പരിസരത്ത് മാത്രം നിൽക്കാൻ പറ്റില്ല കേട്ടാ. ഇത് എവിടെ നിന്ന് വന്നെന്ന് പറയാൻ പറ്റൂല. ഓക്കെ, അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ, ടൂൾസ് റെസ്റ്റ്. ഓക്കെ, അങ്ങനെ ആദ്യത്തെ 2 മിനിറ്റ് നമ്മളിത് കുഴിക്കാൻ കൊടുത്തു. അടുത്ത റൗണ്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ അടുത്ത ടൂളിലേക്ക് പോവാണ്. അപ്പോൾ ആദ്യത്തെ ടൂൾ നമ്മൾ വാങ്ങി, രണ്ടാമത്തെ ടൂളായിട്ടുള്ള സ്പൂണാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ടൂള് മാറ്റൽ പരിപാടിയാണ്. ഈ ടൂള് നമ്മൾ 2 മിനിറ്റ് ആണ് കേട്ടോ കൊടുക്കുക. ഓക്കെ, ഇച്ചിരി കൂടി അഡ്വാൻസ്ഡ് ടൂളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ടൂൾ തുടങ്ങാൻ റെഡി, 1 2 3 ഗോ. ഓക്കെ, അത് സൂക്ഷിക്കണം. നിങ്ങളുടെ ടൂള് നിങ്ങൾ തന്നെ സൂക്ഷിക്കണം. ഇവര് കുത്തണ്ടല്ല കറക്റ്റായിട്ട്. കറക്റ്റായിട്ട് കുത്തി കോരി എടുക്കണ്ട്. സ്പൂണിന്റെ സൈഡ് വെച്ചിട്ടാണ് കുത്തുന്നത്, കൈയോട്ട് മാത്രം മാറ്റിയിരിക്കുന്നത്. ഓക്കെ, ഈ ടൂള് മര്യാദക്ക് യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടാ. പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല, എല്ലാ ടൂളിനും അതിൻ്റെതായ പവർ ഉണ്ട് കേട്ടാ. എടാ അവൻ്റെ കോൺസെൻട്രേഷനുകളല്ലേ, അവൻ നോക്കി ചെത്തി എടുക്കുകയാണ് മണ്ണ്, ഒരു പ്രത്യേക രീതിയിൽ ചെത്തി എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ സ്പൂൺ വെച്ചിട്ടുള്ള ആ ഒരു കോരൽ അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സ്പൂണിൻ്റെ ഒക്കെ വീതിയില്ലേ, വീതിയില്ലെങ്കിൽ അവസാനം അവന് കുഴി കുത്താൻ പറ്റൂല. തീരെ വീതി കുറച്ചാൽ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യും കേട്ടോ. ഇതേ കണ്ട, ഇവൻ്റെ അടുത്ത് നിന്നുണ്ടെങ്കിലടാ ഇതാണ് പ്രശ്നം. ചെത്തി അരിഞ്ഞെടുക്കണ്ട, കറങ്ങി. ഇത് മറ്റേ വെള്ളം നനയ്ക്കുന്ന സെറ്റപ്പ് ഇല്ലടാ, മറ്റേ സ്പ്രിങ്ക്ലർ വെച്ചിട്ട്. അതെ കണ്ട, ഈ കുഴി ഇപ്പുറത്തെ കുഴിയിൽ മണ്ണിടുന്ന പരിപാടിയല്ല കേട്ടാ. ഇവിടെ ഇതേ കുഴി കുഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അങ്ങനെ നമ്മുടെ സമയം ആവാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമയമായി കഴിഞ്ഞാൽ അടുത്ത ടൂളിലേക്ക് മാറും. സ്റ്റോപ്പ്. അടുത്തത് ക്ലാസ് ഉണ്ട്. ക്ലാസ് മോനെ, ക്ലാസ് പിടിച്ചോ. എന്തിനൊക്കെ കുടിക്കാനാ? ഇത് കഴിഞ്ഞ ഒരു വലിയ ബ്രേക്ക് വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് അടുത്ത അടുത്തത്. ഓക്കെ, പിള്ളേർക്കൊക്കെ ഒന്ന് വേർത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല, ആരോഗ്യത്തിന് നല്ലതാണ് കുഴി കുത്തുന്നത്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, ഇത് അടിപൊളി ടൂളാണല്ലോടാ. അടിപൊളിയായിട്ട് കോരപ്പെടുന്നുണ്ട്. ഓക്കെ, കിരണിന്റെ പുതിയ ഐഡിയ. എന്നാ ക്ലാസ്സിന്റെ ഷേപ്പ് മാറ്റും തോന്നുന്നു. ഇവൻ ജർമ്മനി പോയി, ഇവിടെ എന്തായാലും രക്ഷപ്പെടുവൻ. ജർമ്മനിയിൽ പ്രത്യേക തുളകളൊക്കെ ഉണ്ടാക്കാനായിട്ട് കിരണിനെ കൊണ്ട് സാധിക്കും. കണ്ടാ, എടാ ആ സ്ട്രാറ്റജി നോക്ക് നീ. ക്ലാസ് വെച്ചിട്ട് ചവിട്ടി തുളയുണ്ടാക്കി കണ്ടാ. എന്നിട്ട് അവിടെ തന്നെ മണ്ണിടും. ഓക്കെ, ഇവിടെ തുറക്ക് അത്യാവശ്യം നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. നിറം മാറി, പക്ഷെ അവിടെ മാത്രമേ മാറണുള്ളൂ. നിന്റെ വട്ടം ചെറുതായി വന്നിട്ട് കേട്ടാ. അങ്ങനെ 2 മിനിറ്റ് കഴിയാറായി. 2 മിനിറ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ക്ലാസ് വെച്ചിട്ടുള്ള 2 മിനിറ്റ് കഴിയാറായി. 1 2 3 കഴിഞ്ഞു. ഓക്കെ, അടുത്ത ടൂളിലേക്ക് പോവാം. അടുത്ത ടൂള് നല്ലോണം പണിയെടുക്കാൻ പറ്റുന്ന ടൂളാണ് കേട്ടോ. ചട്ടകമാണേ, ചട്ടകം. മക്കളെ, ക്ലാസ് അവിടേക്ക് താഴേക്കിട്ടോ. ചട്ടകം പിടിച്ചോ. അയ്യോ, ചട്ടകം. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇതും 2 മിനിറ്റ് തന്നെയാണ് കേട്ടോ. ജർമ്മൻ ഗിരൻ കോരി കൊടുങ്ങി. ജർമ്മൻ ഗിരൻ്റെ കയ്യിൽ ടൂൾ കിട്ടിയ ഫസ്റ്റ് തന്നെ വളച്ചെടുക്കും കേട്ടോ. ഇവിടെ പരിസരത്ത് ഇത് മനപ്പൂർവ്വം എറിയണ സംശയമുണ്ട്. നല്ല അടിപൊളിയായിട്ട് കൊത്തുന്നുണ്ട്. നീ എനർജി വേസ്റ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് അജു എന്താണ്? ഓക്കെ, ആദ്യത്തെ 20 സെക്കൻഡ് കഴിഞ്ഞു കേട്ടോ. എല്ലാവരും ഇന്ന് വ്യത്യസ്തമായിട്ടുണ്ട് ഇവ പണി ചെയ്യാ. പക്ഷെ ഗുണമൊന്നും ഉണ്ടാവൂല, എങ്ങും എത്തൂല. പക്ഷെ കുത്തും പുതിയ മെത്തേഡൊക്കെ വെച്ചിട്ട്. ഓക്കെ, അങ്ങനെ ആദ്യത്തെ 1 മിനിറ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പലുവ പോലെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ജർമ്മൻ ഗിരൻ്റെ കുഴിയാണ് ഏറ്റവും വീതി കൂടുതൽ, നിങ്ങളെക്കാളും വീതി കൂടുതല. ഓക്കെ, അങ്ങനെ ടൈം അവസാനിക്കുകയാണ്. സ്റ്റോപ്പ്. ടൂൾ ചേഞ്ച്. ഇനി കിണ്ണം വെച്ചുള്ള പരിപാടി കേട്ടോ. പോലെ കിണ്ണം കെട്ട കള്ളന്മാരൊക്കെ ഓരോ കിണ്ണം വെച്ച് പിടിച്ചോ. അങ്ങനെ ചട്ടകത്തിന് കുത്തിയിട്ട മണ്ണ് കിണ്ണം വെച്ച് കോരി മാറ്റാനുള്ള പരിപാടിയാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എനിക്ക് എന്തായാലും ജർമ്മൻ ഗിരൻ്റെ അവിടെ നിന്ന് തുടങ്ങണം, എന്നിട്ട് ഇഷ്ടം. എല്ലാവരും ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് ജർമ്മൻ ഗിരൻ പുതിയ നില കണ്ടുപിടിക്കും. ഈ വാഴക്കുഴി ഇവിടെ നല്ല അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ കുഴിയാവുന്നില്ല. ഇവിടെ മണ്ണ് മാന്തലാണ് കേട്ടാ, കുഴിക്കലില്ല. ഇതൊരു സ്ട്രാറ്റജി വെച്ചിട്ടുള്ള കളിയാണത്. കിണ്ണം വെച്ചിട്ടുള്ള സമയം ഇനി ഒരു 50 സെക്കൻഡ് കൂടി ബാക്കിയുണ്ട്.
40 സെക്കൻഡ് ബാക്കിയുണ്ട് മോനെ. നമ്മൾ ഉദ്ദേശിച്ച പോലെ കിണ്ണം വെച്ചിട്ട് ഇവർക്ക് നല്ലോണം കുഴി കുടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ദേ നമ്മളുടെ കിണ്ണം വെച്ച് പണിയെടുത്ത പിള്ളേര് അണച്ച് ഇരിക്കുകയാണ്. ഈ സമയം അവസാനിക്കുകയാണ്. സ്റ്റോപ്പ്. അങ്ങനെ റൗണ്ട് നമ്പർ 1 എല്ലാവരും അതിവിദഗ്ധമായിട്ട് കുഴിച്ചിരിക്കുകയാണ്. ഏകദേശം എല്ലാവരും ഒരേ ലെവലിലാണ് ഇപ്പോൾ കുഴിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത റൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂൾസ് ഇവരുടെ ഭാഗ്യം അനുസരിച്ചാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ 4 ലോട്ടുകൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെന്തിട്ടാ ഇങ്ങനെ എഴുതി വെക്കണേന്ന് പറയാ? ലോട്ട് ആണോ? ഉറപ്പാണോ? അതെ, നറുക്കെടുപ്പ്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ കുലുക്കണ്ട. ചിലവരൊക്കെ എഴുതി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ഏതൊക്കെയാണെന്ന്, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ നല്ലോണം കുലുക്കി 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 എടുത്ത മോനെ. കിരൺ എന്തോ സ്ട്രാറ്റജി ഒക്കെ വെച്ചിട്ടാണ് നോക്കുന്നത്. കൊലേരി. ഓ, കൊലേരി ആണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കിരൺ കിട്ടിയിരിക്കുന്നത് കൊലേരിയാണ്. അടുത്ത ആൾക്ക് എന്തിട്ട് കിട്ടുന്നതെന്ന് നോക്കാം. പ്രാർത്ഥിച്ചെടുത്തോ. പ്ലാസ്റ്റിക് കൊട്ട. മോനെ അവന് കോളടിച്ച്. ഇതാണ് നമ്മുടെ പ്ലാസ്റ്റിക് കൊട്ട, വലിയ കൊട്ട. അപ്പൊ പ്ലാസ്റ്റിക് കൊട്ട കൈമാറാണ്. ഓക്കെ, ഇനി ആരാണ് ഭാഗ്യവാൻ? ഓക്കെ, നോക്കി കിടക്കണം. ഓ, എന്താ കിട്ടിയിരിക്കുന്നത്? ബക്കറ്റ്. ഓക്കെ, അപ്പൊ ബക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ബക്കറ്റാണ്, ഇരുമ്പ് ബക്കറ്റ്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഇനി മോൻ കണ്ണൊന്നും നടക്കണ്ട, ധൈര്യമായിട്ട് എടുത്തോ. ഓക്കെ, എന്താണ്? JCB. തോണ്ടിക്കോ. JCB ആരെ? ഞങ്ങൾ JCB ഒക്കെ റെഡിയാക്കിണ്ട്. എവിടെയെന്നാ പോരാ. അങ്ങനെ JCB വന്നിട്ടുണ്ട്. JCB വന്നിട്ടുണ്ട്. അമ്മോ, കീടസാധനം കിട്ടിയിരിക്കുന്നത്. അങ്ങനത്തെ 4 പേർക്കുള്ള ടൂൾസ് കിട്ടി. മോനെ ഹാപ്പി അല്ലടാ? സന്തോഷമായില്ലടാ? ബക്കറ്റാ ഇവിടെ വരക്കിടറാ. അതുകൊണ്ട് പറ്റൂടാ, നിനക്ക് പറ്റും. അടുത്തത് കിട് സാധനം ഉണ്ടാക്കാനായിട്ട് പോണേ. എടാ, ഇവനാടാ ഇച്ചിരി നല്ല സാധനം ഡിസൈൻ പണിക്കാരനാ, പക്ഷെ പണിയെടുക്കാൻ അറിഞ്ഞൂടാത്തോണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അങ്ങനെ മൊത്തം വരെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. റൗണ്ട് നമ്പർ 2. ഇതിൽ 5 മിനിറ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് ഇവർക്ക് കിട്ടിയ ഭാഗ്യം കൊണ്ട് കിട്ടിയ ടൂൾ വെച്ച് ഇവർ കുഴികൾ കുഴിക്കണം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അങ്ങനെ 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വലിയൊരു കുഴിയാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. അടിപൊളി. ഇതേ നമ്മുടെ JCB. തുടങ്ങിക്കോ, കോരൽ തുടങ്ങിക്കോ. അവിടെ നിന്ന് മണ്ണ് കോരി തുടങ്ങി. JCBയുടെ കയ്യൊക്കെ വെച്ച് കോരി തുടങ്ങിയിട്ടുണ്ട്. മണ്ണ് കോരി ഇവിടെ ടൂള് പൊട്ടിച്ചിട്ടുണ്ട്. ആ ടൂള് പൊട്ടിച്ചവരെ പിടിക്കണോട്ടെ. ഇവിടെ ബക്കറ്റോടെ കോരി എടുക്കണതിന് പകരം ബക്കറ്റ് തൊള്ളി ഉണ്ടാക്കണത്. അവിടെ തിരിച്ചു വെച്ച് കറക്കി കൂടെ. ഇത് തന്നെ ചിലപ്പോൾ വർക്കാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യം തീരുമാനമായി. ഇവിടെ നമ്മൾ കൊടുത്ത ടൂള് തല്ലി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. JCBക്ക് നിനക്ക് ഇഷ്ടമുള്ള പോലെ കോരിക്കോ. ഇവിടെ കൊല്ലേരിയുമായിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണുറച്ച. ആഹാ, എടാ നീ കുഴിക്കാൻ വന്നാണോ ടൂള് പൊളിക്കാൻ വന്നാണോ? ഓക്കെ, അപ്പൊ ഇവിടെ ബക്കറ്റ് വെച്ച് ഇവിടെ ഒന്നും നടക്കുന്നില്ല. JCB കൊണ്ട് പിന്നെ മണ്ണ് വാരൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഹായ്, കോരട്ടെ ഇങ്ങട്. മണ്ണ് നല്ലോണം കോരട്ടെ. പോരട്ടെ ഇങ്ങട്. എന്തായാലും JCBയുടെ കൈക്ക് ഇത്തിരി നല്ല JCB കൊടുക്കായിരുന്നു അല്ലേ ഇവിടെ? ഇരുമ്പിലൊക്കെ ഒരു പവർ ഇല്ലടാ, പ്ലാസ്റ്റിക് അല്ലേ പവർ. ഇവിടെ വെച്ച് കോരാടാ. ഇങ്ങനെ ഇങ്ങനെ ഞാൻ പണിയെടുക്കില്ല. ഇവിടെ ഇവിടെ മറ്റേ കൈതിയില് ബക്കറ്റ് ബിരിയാണിക്ക് ബക്കറ്റ് അടിക്കണ പോലെ ഇരുന്ന് ബക്കറ്റ് കൊണ്ട് കൊത്തി എടുക്കുന്നേ. അവന് മനസ്സിലായി ഇതുകൊണ്ട് പണി നടക്കില്ലെന്ന്. കളിച്ചോണ്ടിരിക്കുകയാണ്.
എടാ ആത്മാർത്ഥമുള്ള പണിക്കാരൻ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മള് ആഴം ഉണ്ടാ നോക്കാ, ഏറ്റവും ആഴം കൂടുതല് പ്രോത്സാഹന സമ്മാനമായിട്ട് ഈ കരണ്ടിയും പൊട്ടിയ ചട്ടിയും കൊടുക്കും നമ്മള്. ഓക്കെ, ഇനിയും 1.25 മിനിറ്റ് ബാക്കിയുണ്ട്. അങ്ങനെ ദേ JCB വെച്ചിട്ട് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. കുഴി പ്രത്യേകിച്ച് ആഴമൊന്നും കൂടിയില്ലെങ്കിലും വട്ടം നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ബക്കറ്റിന് അടിച്ചടിച്ച് പണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി കൊത്തിയാലും അനങ്ങൂല. ഇവിടെ ആണെങ്കിൽ കിട്ടിയ പാത്രം തല്ലിപ്പൊട്ടിച്ച് അവനൊരു ടൂളാക്കി മാറ്റിയിട്ടുണ്ട്. പാത്രത്തിന്റെ കാശ് ഞാൻ വാങ്ങിക്കുന്നുണ്ട്. ഓ ഇവിടെ ഭാഗ്യവാൻ, കൊലേരി കിട്ടി. നല്ല സമയം ഉണ്ടായതുകൊണ്ട് വട്ടം ചുറ്റിച്ച് കൂട്ടിയെടുത്തേക്കണ്. ആഴുണ്ടാക്കാണ്ട് ഏറ്റവും വലുതല്ല, ആഴത്തിന്. ഓക്കെ, അങ്ങനെ ഇനി ഇത് 3rd റൗണ്ട്. ഇത് ഇച്ചിരി പാടുപെടുന്ന റൗണ്ടാണ്. റൗണ്ട് നമ്പർ 3. ഇതില് നമ്മൾ വേറൊരു വെറൈറ്റി സാധനം ഉണ്ടാ. അവർക്കുള്ള ടൂള് ഇതിലും ഭാഗ്യം വെച്ചാണ് കിട്ടാൻ പോകുന്നത്. അതും ഈ കാണുന്ന നമ്മളുടെ ഭാഗ്യം പരീക്ഷിക്കുന്ന യന്ത്രത്തില്. മക്കളെ പോരെ ഇങ്ങോട്ട്. ഓക്കെ, ഓരോരുത്തരായിട്ട് ഈ ബോൾ ഇടും. ഈ ബോള് ഏത് ടൂളിൽ വന്ന് വീഴുന്നു അതായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ആരാദ്യം ഇടുന്നേ? ഓക്കെ, ഈ നടുക്കുന്നിടണം, എറിയാൻ പാടില്ല, വെറുതെ ഇടാനേ പാടുള്ളൂ കേട്ടോ. ഓക്കെ, നടക്കുന്നു. ഓ അങ്ങനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല, കറക്റ്റ് വരില്ല. ഓക്കെ, കണ്ണടച്ചിട്ടിട്ടുണ്ട്. മോനെ കൊത്തി ഭാഗ്യവാൻ കൊത്തി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കൊത്തി എടുത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ഇതാണ് കേട്ടോ നമ്മ ഇപ്പൊ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കൊത്തി. തൂമ്പ കിട്ടിയിട്ടുണ്ട്. ഇതാണ് തൂമ്പ. അങ്ങനെ തൂമ്പ കിട്ടിയിട്ടുണ്ട്. നിനക്ക് തൂമ്പെടുത്ത് മാറ്റട്ടെ. ഉണ്ട്. താഴെ പോവാതെ ഇടണം. പിരിയൻ സ്ക്രൂ. അജുവിന് കിട്ടിയിരിക്കുന്നത് പിരിയൻ സ്ക്രൂ ആണ്. പിരിയൻ സ്ക്രൂ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, അടുത്ത ആള് ലാസ്റ്റ് ആൻഡ് ഫൈനൽ മോട്ടോർ കവർ കിട്ടും. കുളങ്കോരി. കുളങ്കോരി ഇല്ല, ഇതിലും ഓരോന്നിനും ഓരോ സാധനങ്ങളാണ്. ഇതാണ് കിട്ടുന്നത്. അങ്ങനെ 4 പേർക്കുള്ള ടൂൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 3rd റൗണ്ട് കുത്തൽ ആരംഭിക്കാൻ പോവാണ്. റൗണ്ട് നമ്പർ 3. ഈ ഒരു റൗണ്ടിൽ 1/2 മണിക്കൂറാണ് കുത്താനുള്ള സമയം കൊടുക്കുന്നത്. ഓക്കെ, അവർക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യം കൊണ്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന ടൂൾ വെച്ചിട്ട് അവരെന്തോരം കുഴി കുടിക്കും നോക്കാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 1/2 മണിക്കൂർ കണ്ടിന്യൂസ് കുത്തു തുടങ്ങാണ്. അങ്ങനെ ഫസ്റ്റ് ആൾക്ക് പിരിയൻ സ്ക്രൂ ആണ് കിട്ടിയിരിക്കുന്നത്. പിരിയൻ സ്ക്രൂ വെച്ചിട്ട് ഇവിടെ തുളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പിരിയൻ സ്ക്രൂ തുള വരട്ടെ. ഇപ്പുറത്ത് കൊത്തിക്കാണ് കൊത്തല്. കൊത്തി വെച്ച് ഇന്റർനാഷണൽ പൊളി. ഇവിടെ മമ്മട്ടി വെച്ച് കൊത്തല്. മമ്മട്ടിയുടെ കൊത്തിരി പവർ പോരല്ല, കൊത്തി അങ്ങോട്ട് എടുക്ക്. ഓക്കെ, കൊത്തിയിൽ നല്ലോണം ഞാൻ കൊത്തണണ്ട. കൊത്തി വെച്ച് നീ ഇവിടെ മണ്ണ് മടിച്ചിരുന്നോ? ഇവിടെ അടിപൊളി. ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് വലിയ കുഴി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആഴം പറഞ്ഞോട്ടാ മോനെ. എടാ മണ്ണിന് വേദനിക്കൂല. ഇത്ര നല്ല ടൂള് കിട്ടിയിട്ട് അവൻ പ്ലാനിങ്. ഇത്ര നല്ല ടൂള് കിട്ടിയിട്ട് ഇവനെ ഭയങ്കര ഭാഗ്യമുണ്ട്. എപ്പോഴും നല്ല ടൂള് കിട്ടിയിട്ടുണ്ട് അവനെ. ഓക്കെ, പിരിയൻ സ്ക്രൂ വെച്ച് വലിയ തുള ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. കൈയൊക്കെ പോയി സമയം കളയുന്നത് നമ്മള്. ആത്മാർത്ഥമുള്ള പണിക്കാരന്മാരാട്ടോ. നോക്കി ഒരു സമയം കളയാതെ കൊത്തി എടുത്തോണ്ടിരിക്കുകയാണ്. അതെ, പിരിയൻ സ്ക്രൂ പിരിച്ച് അടിപൊളി ഹോളാക്കി അതൊക്കെ തന്ന പിന്നെ നീ ഭൂമി വിളിച്ചു പോയില്ലടാ. അതുകൊണ്ടല്ലേ ഒരിക്കലേ പോരട്ടെ. ഇതിന്റെ ഇടയില് ട്രേഡിങ് നടത്തിയിട്ട് ഇവിടെ ഇവര് തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് ടൂള് കിട്ടണ്ട എന്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞപ്പോ ടൂൾ യൂസ് ചെയ്യണം. എങ്ങനെ നോക്കിയേ പോഴേ കുത്തുന്നത് കണ്ടല്ല. ഇത്ര നേരം നിന്റെ കയ്യിൽ ടൂൾ ഇരുന്നിട്ട് നോക്കിയേ. തിരിച്ചു വെച്ചോ. അവൻ പുഴയിലെ തൊട്ടപ്പോ കുഴിച്ച് എനിക്കൊരു ഇത് മണ്ണ് വെട്ടി കഴിഞ്ഞാൽ ഇനിയിപ്പോ അവൻ തിരിച്ചു തരണ്ടേ? എങ്ങനെയാ കരാർ വെച്ചേക്കണ? 1 മിനിറ്റ് ആണോ? ഓക്കെ, അവര് തമ്മിലുള്ള കരാറാട്ടോ. അതിൽ നമ്മൾ ഇടപെടാനില്ല. അങ്ങോട്ട് ഇങ്ങോട്ട് ടൂൾസ് വെച്ച് മാറിയിരിക്കുകയാണ്. അത്ര നേരം അവിടെ നിന്നിട്ട് അവൻ അനങ്ങിക്കൊണ്ടിരുന്നുണ്ട്. ഇവിടെ നോക്കി, അവിടെ ഗുഹയാണ് അവൻ കുഴിക്കണത് വെച്ച്. ഗുഹ. ഇവിടെ തുരങ്കം, ഒറ്റ തുരങ്കങ്ങള് വെച്ചോണ്ടിരിക്കുകയാണ്.
ആ ദേ ഇവിടെ അടുത്ത ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്ത്. ഒറ്റ 10 സെക്കൻഡിനുള്ളിൽ ട്രേഡിങ് ക്ലോസ് ആയി. അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി തിരിച്ചു കൊടുത്ത്. ഓക്കെ, നിന്റെ ടൂള് നീ തന്നെ സംരക്ഷിക്കണം. എന്ത് ഭൂമിക്ക് എവിടെ പീരിയൻ സ്ക്രൂ പ്രവീണേ, പീരിയൻ സ്ക്രൂ വലിയ തൊള്ളയിലേക്ക് പോയിക്കൊണ്ടിരിക്കണ. പീരിയൻ സ്ക്രൂ ചാലുമായിട്ടുണ്ട്. ഇപ്പൊ ഹോള് വെച്ച് നോക്കണേ, ഏറ്റവും ആഴമുള്ള ഹോൾ ഇവിടെയാണ്. ഏടാ കാലില് ചെളി വെച്ച് അത് പൊക്കിയെടുത്ത് സമയം അവസാനിച്ചു. ഓക്കെ, അങ്ങനെ ദേ നമ്മുടെ 3rd റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. 2 പേര് കുഴിയിൽ ഇറങ്ങി നിൽക്കണു, 2 പേര് കുഴിയുടെ മുകളിൽ നിൽക്കണു. എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് കുഴി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. 3rd റൗണ്ട് കഴിഞ്ഞു, 4th റൗണ്ട് തുടങ്ങാം. 4th റൗണ്ടാണ് നമ്മുടെ ഫൈനൽ റൗണ്ട് വരുന്നത്. എന്തായാലും ഫൈനൽ റൗണ്ട് കഴിയുമ്പോൾ നമ്മുടെ വിന്നറെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. കുറച്ച് നേരം റെസ്റ്റ് കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ടിൽ പൊളിക്കാം. വെട്ടമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് അടിപൊളിയാക്കാം. അങ്ങനെ മച്ചാന്മാരെ 3ാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ റിസൾട്ട് ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് നോക്കാട്ടോ. അപ്പോൾ നമ്മുടെ കിരണിന്റെ കുഴിയാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കിരണിന്റെ കുഴി നോക്കുകയാണെങ്കിൽ ഇതേ ഇവിടെ വെള്ളം കണ്ടിട്ടുണ്ട് കേട്ടോ. അതെ, മീനൊക്കെ വരും ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അത്യാവശ്യം നല്ല പാറ കണ്ടാ നമ്മൾ പൊട്ടിക്കുകയാണ്. അടുത്തത് കിരണിന്റെ ഉണ്ടാ, ഭൗമി കിരണ്ടയിലും ഇതേ വെള്ളം വന്നിട്ടുണ്ട്. ആണോ? ആര് ചോദിച്ചതാണ്? ആണോ? എവിടെ ഇതിന്റെ വെള്ളം? എവിടെ? എന്താണത്? സ്ഥാനം നോക്കിയില്ലായിരുന്നാ? ശരിയായിട്ടില്ലല്ലേ? അപ്പൊ ഇവിടെ വെള്ളം കണ്ടിട്ടില്ല, സ്ഥാനത്തിന്റെ പ്രശ്നം. ആ ഇവിടെ എന്താണ് വെള്ളം? എവിടെ? ഇതിൽ വലിയ കുഴിയൊക്കെ നീ കുഴിച്ചിട്ടുണ്ടല്ലേ? മൂടിയിട്ടാ? മണ്ണ് മാറ്റണം. ഓക്കെ, ഇനിയിപ്പോ അങ്ങനെ പറയാം. ഓക്കെ, ഇനിയിപ്പോ നമ്മള് 4ാമത്തെ ഫൈനൽ റൗണ്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന റൗണ്ടാണ്. ഇതിന് വേണ്ടിയിട്ട് അവിടെ ഇരിക്കും കയ്യൂക്ക് കാണിക്കാനായിട്ടില്ല. ഇവിടെ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഈ കാണുന്ന ടൂൾസ് മൊത്തം ഇവർക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഞാൻ പറയുമ്പോൾ എല്ലാവരും ഇതിൻ്റെ റൗണ്ടിൽ നമ്മുടെ കസേരകളി പോലെ ഓടുക, എന്നിട്ട് ഓക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ടൂൾ എടുത്ത് പണി തുടങ്ങാം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂൾസ് എക്സ്ചേഞ്ച് ചെയ്യാം. ആരാണോ ഏറ്റവും വലിയ കുഴി ഉണ്ടാക്കുന്നത്, അതും ടോപ്പിലത്തെ ആ ഒരു ലെവല് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കുഴി ഉണ്ടാക്കുന്നത് അവരായിരിക്കും വിന്നർ. ഈ ഒരു അവസാനത്തെ റൗണ്ട് 1 മണിക്കൂറായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും തുടങ്ങാം മക്കളെ. ഓടിയേ, എൻ്റെ ചുറ്റും ഓടിയേ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ടൂൾ എടുക്കാം. നിൽക്കാൻ പാടില്ല. ഓട്. ഞാൻ തിരിഞ്ഞിക്കാം. അവര് നല്ലോണം ഓടിക്കൊണ്ടിരുന്നോ? ഓക്കെ, കിട്ടണൊക്കെ എടുത്തോ? ഓക്കെ, അപ്പൊ കിട്ടണ ടൂൾസ് ഒക്കെ എടുത്തോ? ഓ കിരണ എല്ലാരും എടുത്തോണ്ട് 10 കൈ വെച്ച് രാവണനാ. കുടിക്കാനായിട്ടില്ല. ടൈമർ എടുത്തേ. ഓക്കെ, എവിടെ നമ്മുടെ ടൈമർ? അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ 1 മണിക്കൂറാണ് ഇപ്പൊ നമ്മൾ ടൈം കൊടുക്കാൻ പോകുന്നത്. അപ്പൊ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അങ്ങനെ 1 മണിക്കൂറിന്റെ വലിയ ടൈമർ ഇട്ടിട്ടുണ്ട്. പണി തുടങ്ങിയിട്ടാ പിള്ളേര്. വെട്ടമൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുതരും വെട്ടം. വേറെ പുതിയ സ്ട്രാറ്റജി ഇവിടെ തുരക്കല് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയ പണിയാണ് കേട്ടോ, വലിയ പണി. കിരൺ ചെളി വാരി തുടങ്ങി. ആരാകും വിന്നർ? ജർമ്മനിയിലേക്കുള്ള കുഴി തോണ്ടിക്കൊണ്ട് ഇതാ കിരൺ മുന്നേറുകയാണ്. ചട്ടി കുടിക്ക. ആ ഇവിടെയും കൂടെ കൂടാ. നോക്കട്ടെ, ഇവിടെ എന്തായി? ആണോ? ആ പോന്നുണ്ട്. അജുന് മണ്ണ് പോരട്ടെ. ഇവിടെ കുഴി കിരണ്ട കുഴി വലുതായിക്കൊണ്ടിരിക്കണ്ടാ. വെറുതെ എല്ലാവരും വെട്ടിരുമ്പെന്ന് പേര് വന്നേ, അതിനുള്ള കഴിവുണ്ട് അവന്. അതിവിടെ സൈഡ് ചെത്തല് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. എല്ലാത്തുള്ള ഇവിടെ കൂടി കുറച്ച് പോയി കഴിഞ്ഞാൽ സെറ്റായി. ഈ സൈഡ് ഇവിടെ ഒരു ഇതായിണ്ടാവും. നിന്റെയും കറക്റ്റാണ്. നീ ആ ആഴത്തിലേക്ക് പോട്ടെ. ഇവിടെ കുഴി തുരന്ന് അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയ മഹാമഹം ഉണ്ടാ.
സത്യം പറഞ്ഞാൽ ഈ പണിയെടുക്കുന്നതോടുകൂടി നമ്മുടെ പിള്ളേരൊക്കെ ജിമ്മന്മാരാവും. ഒരാഴ്ചത്തേക്ക് ഇനി അവർക്ക് ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല. അതിനുള്ള പണിയാണ് അവിടെ എടുത്തുകൊണ്ടിരിക്കണേ. അത് ഉണ്ടാവാം, അതും ഉണ്ടാവും. ഒരാഴ്ച കിടപ്പിലാവും അവർ ചിലപ്പോൾ. എന്നാലും നമ്മൾ ആശുപത്രി ചിലവൊക്കെ വഹിച്ച് പിള്ളേരെന്തായാലും ഹെൽത്തി ആവട്ടെ. കണ്ട ഇവിടെ കുഴി കുഴിക്കണ കുഴികളൊക്കെ എൻ്റെ പൊന്നു നിന്ന് ഇരുന്ന് കിടന്നൊക്കെയാണ് കുഴി കുഴിക്കണത്. അങ്ങനെ ജർമ്മൻ കിരൺ ആരും ഉപയോഗിക്കാത്ത ബക്കറ്റ് വെച്ച് അവിടെ ചെളി വരുമ്പോൾ സാധാ കിരൺ കിണ്ണം വെച്ചാണ് ചെളി വരുന്നത്. എർത്ത് മൂവറൊക്കെ യൂസ് ചെയ്തിട്ടാണ് എഡ്വിൻ അജുമോനാണെങ്കിൽ കമന്ന് കിടന്ന് കോരി എടുക്കണം. എൻ്റെ പൊന്നു എന്തൊക്കെ സ്റ്റൈലിലാണ് കോരണേ നോക്കിയേ. ആഹാ എടാ ഷെയർ ചെയ്യാൻ പഠിക്കടാ. ടൂൾസ് ഷെയർ ചെയ്യട്ടാ, എല്ലാവർക്കും എല്ലാ ടൂൾസും കിട്ടട്ടെ. ദൈവമേ ഇതെല്ലാത്തിനും ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് കുളിപ്പിക്കേണ്ട ഒരു തോന്നല്. മറ്റേ വെള്ളം ചീറ്റി അടുപ്പിച്ചിട്ട് കുളിപ്പിക്കൂലേ, അതുപോലെ കുളിപ്പിക്കേണ്ട ഒരു ഇതോ തോന്നണേട്ടാ. ഓ നീ ഇവിടെ ഇരുന്നാ, ഞാൻ നിന്നെ അന്വേഷിച്ചു പോണു. വെട്ടക്കാരനൊന്നും കാണില്ലെന്ന്. കിടന്നും തിരിഞ്ഞേക്കണത് തല അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടാണ് ചെളി വാരണത്. എഡ്വിന് പിന്നെ അഡ്വാൻറ്റേജ് ഉള്ള വെച്ചാൽ കാലിന് നീളമുള്ള കാരണേ തണ്ടര് നല്ലോണം കുടിക്കേണ്ടി വരും. ഇതേവ കിടന്ന് ഉറങ്ങാൻ പോണ അതിൻ്റെ ഉള്ളിൽ. വെട്ടമൊക്കെ വേണേൽ പറഞ്ഞാൽ മതിട്ടാ, സ്പോട്ടിൽ വെട്ടം തരും. പിന്നെന്താ നിനക്ക് ഇച്ചിരി കൂടി നീ ഇപ്പൊ വീതിയാക്കി പോയി നിനക്ക് ഇറങ്ങിന്ന് വരാല്ലാണ്ട് നിനക്ക് എങ്ങും എത്തൂല. നീ അഞ്ഞു പിടിച്ച സാധനം എല്ലാവർക്കും ചാൻസ് ഉണ്ട്, പക്ഷെ അഞ്ഞു പിടിക്കണം. എന്തോരേടാ കാണിച്ചു നോട്ടെ. വെള്ളം നേരത്തെ കണ്ടതാ. ഭൂമിക്ക് എന്തോരായി കാണിച്ചു നോട്ടെ. എഡ്വിന്റെ എന്ത് സാധനോടത്? നീ കാലുണ്ടാക്കിയാണല്ലേ. അജുവിന്റെ എന്താ പറയാ, അജുവിന്റെ കുഴിയായിട്ടുണ്ട്. എഡ്വിൻ നീ ചെയ്യണില്ലേ? നിന്റെ ഇതാണതിന്റെ പക്ഷേ ചെളി എടുക്കാൻ പറ്റും. അങ്ങനത്തെ അവസാനത്തെ 1 മിനിറ്റ് സമയമുണ്ടാ. ഇനി 1 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. ആ 1 മിനിറ്റ് എടാ എല്ലാവരും ഷേപ്പ് ആക്കാനായിട്ട് എടുത്തോട്ടെ. 1 മിനിറ്റ് ഇതേ ഉള്ളിൽ കമന്നടിച്ചൊക്കെ വീണെടുക്കാണ്. ഓ കമന്നാണ് നോക്കണത്. എഡ്വിനാണെങ്കിൽ ഇരുന്ന് രണ്ടുപേര് കുഴിയുടെ ഉള്ളിൽ. ഓക്കെ ഇനി അവസാനത്തെ 30 സെക്കൻഡ് സമയമുണ്ടാ. അവസാനത്തെ 30 സെക്കൻഡ് സമയത്തിലേക്ക് എത്തിയേക്കാണ്. ഓക്കെ ഞാൻ പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ അവസാനത്തെ 30 സെക്കൻഡ് സമയം. ഓക്കെ അവസാനത്തെ 30 സെക്കൻഡ് ഇപ്പൊ കഴിയൂട്ടാ. ലെവലല്ലേ 10 സെക്കൻഡ് മാത്രം ബാക്കി. ഓക്കെ 5 സെക്കൻഡ് സമയം. 3 സെക്കൻഡ് 2 സെക്കൻഡ് 1 സെക്കൻഡ്. അങ്ങനെ വിജയകരമായി കുഴികുത്തൽ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും കരക്കേറിക്കോ. അപ്പൊ മച്ചാമാരെ എല്ലാവരും കേറുമോനെ ബാ. ഓക്കെ അങ്ങനെ കുഴികളൊക്കെ കുത്തി. ഇനി നമുക്ക് കുഴികളാണ്. എങ്ങനെയുണ്ടായിരുന്നു കുഴിയൊക്കെ അടിപൊളിയായിട്ട് കുത്തിയാ? സൂപ്പർ. കറ നല്ലതാ. നോക്കിയടാ നോക്കിയേ ഒരു കുഴി കുത്താൻ വിട്ടാണ്. ഇവന്റെ വെള്ള ആയതുകൊണ്ട് കേട്ടാ, ബാക്കിയുള്ളവരുടെ വെള്ള ഇല്ലാത്തോണ്ട് കേട്ടാ. പക്ഷെ ഏറ്റവും വൃത്തിയായിട്ടിരിക്കുന്നത് എഡ്വിനാണ് കേട്ടാ. അതെങ്ങനെയാ പറഞ്ഞൂടാ. കുഴിയൊക്കെ ഓക്കെ ഇവിടെയും പണിയെടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം. ചെളിയൊക്കെ നോക്കി. അപ്പൊ മച്ചാന്മാരെ നമ്മളുടെ അവസാനത്തെ 1 മണിക്കൂറും കഴിഞ്ഞ് 4 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ ഇനി ആരുടെ കുഴിയാണ് വലിയ കുഴി എന്ന കാര്യം മാത്രം നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. ഇതിൽ ആരാണ് വിന്നർ നോക്കാം. അപ്പൊ ആദ്യം നമ്മുടെ കിരണിന്റെ കുഴിയാണ് നോക്കാനായിട്ട് പോകുന്നത്. മോനെ വാടാ, കിരണിന്റെ കുഴി അളക്കാം.
ഓക്കെ, ഇത് ഞാനല്ല, ഇവർ തന്നെയാണ് അളക്കാനായിട്ട് പോകുന്നത്. ഇവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇതിനാ അത്യാവശ്യം നല്ല കുഴിയാണ്, ഗുഹയാണ് ഗുഹ. ഓക്കെ, അങ്ങനെ ആദ്യം അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ പറയാം അളക്കുമ്പോ. ഓക്കെ, നടുക്കാണെങ്കിൽ അപ്പൊ ഒന്നും സംഭവിക്കാൻ പറ്റില്ല. ആ ഈ ലെവൽ ഓക്കെ, കാരണം മറ്റേത് കാല് ചവിട്ടിയ പാടാണ്. ഇത് ഓക്കെയാണ്. എത്രയാന്ന് നോക്കിയേ? 107 117 ഇഞ്ച് ട്ടാ. 17 സെന്റിമീറ്റർ ആണ്. അല്ല, ഇഞ്ചാണ്. അല്ല, 117 സെന്റിമീറ്റർ. 117 സെന്റിമീറ്റർ ഇട്ടാ. കിരണിന്റെ 117 സെന്റിമീറ്റർ ആണ്. ഇനി ഓക്കെ, 117 1 മീറ്ററിനേക്കാൾ കൂടുതൽ ഭൗമിക്കിന്റെ ആണ്. 117 കൂട്ടട്ടെ, 117 ആ ലെവലിൽ നമുക്ക് പിടിക്കാം അല്ലേ? 115. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ബാക്കി പാർട്ടിസിപ്പൻസ് ആയിട്ട് നോക്കിയിട്ട് എത്രയാണ് കറക്റ്റ്. നോക്കെ നിങ്ങളെന്നെ തീരുമാനിക്കണം. 115. അടുത്തത് എഡ്വിന്റെ ആണ്. അപ്പൊ ഭൗമിക്കിരണ്ട 115. എഡ്വിന്റെ എവിടേക്കാ പോണേ? അവിടെ ഒന്നുമില്ല. 83. അല്ല, വെറും 83. അജുവിന്റെ അത് കറക്റ്റ് ലെവലാണ് അടി. അപ്പൊ അടി മുട്ടിക്കോട്ടെ ആ സാധനത്തിമ്മ മുട്ടിക്കോട്ടെ. ആ ഇനി എത്രയുണ്ട് നോക്കി? 117. ഡ്രോ ആയല്ല? ആ ഡ്രോ ആയി. അപ്പൊ 2 പേർക്കാണ് 117 വന്നിരിക്കുന്നത് കേട്ടാ. എടാ 2 പേർക്ക് 117 വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാട്ടെ. ഇവന് 117, കിരണ്, അജുവിന് 117, പിന്നെ കിട്ടിയിരിക്കുന്നത് ഭൗമിക്കിന് 115. ഒരു 83 ഉണ്ടായിരുന്നല്ല, ഒരു 83 ഉണ്ടായിരുന്നല്ലോ ഇവിടെ. എവിടെ? ആ 83. പിന്നെയും പോയി. മണ്ണ് തിരിച്ചിട്ട് മൂടി. എന്തിനു മൂടിയേ? ഞാൻ മൂടിയതല്ല, മണ്ണ് തന്നെ പോയതാ. ആണോ? ചേടാ ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വിജയികളെ കണ്ടെത്തണം. അല്ല, ഒരു വിജയല്ലേ നമുക്ക് വേണ്ടത്. നിങ്ങള് കുറച്ച് കല്ല ഒറ്റ കളിക്കാം. ഓക്കെ, നിങ്ങൾ തന്നെ തീരുമാനിക്കാം. ഒറ്റ വേണോ അല്ലെങ്കിൽ സ്റ്റോൺ? പക്ഷെ നമുക്കൊരു വിജയിനെ വേണ്ടേ? അത് പൊടിഞ്ഞോട്ടാ, കല്ല് പൊടിഞ്ഞോട്ടാ. അത് പൊടിയും. പൊടിയില്ല ഇട്ടോ. 1 2 3 4 5 6. പൊടിക്കരുത്. പൊടിക്കല്ലേ? ഒറ്റയാണോ ഇരട്ട വേണോ? ഒറ്റ. ഇരട്ട പറഞ്ഞാല് ഓക്കെയാണോ? ആരൊറ്റ? നീ ഒറ്റ. ഇരട്ട. അത് അജു വിന്നറായിരിക്കാണ്. കത്ത്. അങ്ങനെ അജുമോനാണ് ഇത്തവണ വിന്നറായിരിക്കുന്നത്. ഒഫീഷ്യൽ വിന്നറാണെങ്കിലും സമ്മാനം ഇവർ 2 പേരും മറ്റേതാക്കുന്നതാണ് അല്ലേ? അല്ലേ, വിന്നർക്ക് കൊടുക്കും നമ്മള്. അത് അല്ലെങ്കിൽ അടുത്ത ചലഞ്ചുകൾ വരുമ്പോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലേ? അടുത്ത ചലഞ്ചുകൾ വരുമ്പോ പൊളിക്കാൻ പറ്റൂല. അപ്പൊ നമ്മള് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഴികുത്തൽ ചലഞ്ചിൽ 2 പേരാണ് ഒരേ ഡ്രോയിൽ വന്നിരിക്കുന്നത്. 117. അതിൽ നിന്ന് നമ്മൾ താൽക്കാലികമായി ഒരു വിജയി എന്നുള്ള രീതിയിൽ മാത്രം ഒരാൾ വിജയമാവണമല്ലോ എന്നുള്ളത്. പക്ഷെ നമ്മൾ അതങ്ങനെ വിട്ടുകളയണത്. 2 വിജയികൾ. നമ്മൾ ആ ഒറ്റ നോക്കി വിട്ടുകളഞ്ഞു. 2 വിജയികൾ. 2ാം സ്ഥാനക്കാരൻ, 3ാം സ്ഥാനക്കാരൻ. എങ്ങനെയുണ്ടായിരുന്നു കുഴികുത്തൽ? നോക്കിയാണോ? എനിക്കും കുത്തുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇവര് സമ്മതിക്കാണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് അതെ. എനിക്കൊക്കെയാണ് പ്രവി. ഓക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യാം. പ്രവി ഓക്കേണാ? ആണോ? പ്രവി ഓക്കേണാ? കമന്റ് ചെയ്തോ. ഞാനും പ്രവി ഒരു ദിവസം കുത്തും.
ഏറ്റവും തന്നെ ഞാൻ ഓക്കെയാണ്. അപ്പൊ മച്ചന്മാരെ ദേ നമ്മുടെ എംഫോർട്ട് കണിയിച്ചൊരുക്കിയ കുഴുത്തൽ മത്സരത്തിൽ വിജയികളെ അനൗൺസ് ചെയ്യേണ്ട നേരായി. എല്ലാവർക്കും അറിയാം വിജയികൾ ആരാണെന്ന്. പ്ലീസ് ഫോർവേഡ് വിജയികൾ രണ്ടുപേരും. അജു ആൻഡ് ഇനി ഇവർക്കുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പ്രവീൺ മച്ചാനാണ് കൊടുക്കാന്ന് പറഞ്ഞാൽ എന്നോട് തന്നെ കൊടുക്കാൻ പറഞ്ഞു പ്രവീൺ മച്ചാൻ. അപ്പൊ രണ്ടുപേരും കൂടി സ്പ്ലിറ്റ് ചെയ്യാണ്. കൺഗ്രാറ്റുലേഷൻസ് വാങ്ങിക്കൊള്ളു രണ്ടുപേരും. ഗാന്ധിജിക്ക് കണ്ണടില്ല. ഗാന്ധിജിക്ക് കണ്ണടില്ല. ഞങ്ങക്ക് കോൺസുലേഷൻ പ്രൈസ് രണ്ടുപേരും. അപ്പൊ അത് സ്പിരിറ്റ് ആയിട്ട് എടുത്ത് അടുത്ത മത്സരത്തിൽ നിങ്ങൾ കുത്തണം, കുഴിയാണെങ്കിലും എന്താണെങ്കിലും. ഓക്കെ. അപ്പൊ ഇത് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മള് വൈൻഡപ്പ് ചെയ്യണ്ട. പാവം കുഴപ്പമില്ല, എന്തായാലും ഭൂമിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് ഇത് സന്തോഷമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഇതുപോലത്തെ ചലഞ്ച് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ താഴെ ചലഞ്ച് ഒന്ന് കമന്റ് ചെയ്ത് അത് ഇതുപോലത്തെ കിട്ടുക്കാച്ചി കമന്റ്സ് അല്ല നീയല്ലേ കിട്ടിക്കഴിഞ്ഞ് ഗീവ് കൊടുക്കാൻ. എല്ലാവർക്കും ഓക്കെ അടിപൊളി. അപ്പൊ അതെ എന്തായാലും ചലഞ്ച് വീഡിയോസ് ആണെങ്കിൽ ചലഞ്ച് എന്ന് അടിയിൽ കമന്റ് ചെയ്താൽ മതി. അപ്പൊ എന്തായാലും ഇതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ ടീം എംഫോർട്ടിനോടൊപ്പം ഇറ്റ്സ് മീ ജോസഫ് സൈനിങ് ഔട്ട്.